എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമാകൃഷ്ണൻ ടി സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡൻ്റായിട്ട് ട്രംപ് കഴിഞ്ഞ ആഴ്ച അധികാരം ഏറ്റെടുത്തിരുന്നു. അതിനുശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഗ്ലോബൽ മാർക്കറ്റുകളിൽ കാര്യമായിട്ടുള്ള വൊളാറ്റിലിറ്റി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. മറിച്ച് അമേരിക്കൻ മാർക്കറ്റുകൾ കണ്ടിന്യൂസ് സെക്കൻഡ് വീക്ക് ഗെയിനാണ് കഴിഞ്ഞ ആഴ്ച രേഖപ്പെടുത്തിയിട്ടുള്ളത്. വെള്ളിയാഴ്ച സ്ലൈറ്റ്ലി വീക്കായിരുന്നു, പക്ഷേ വെള്ളിയാഴ്ചയും S&P 500 പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തതിന് ശേഷമാണ് സ്ലൈറ്റ്ലി വീക്കായിട്ട് റെക്കോർഡ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം നമ്മൾ യൂറോപ്പിൽ നോക്കുകയാണെങ്കിൽ യൂറോപ്പിലത്തെ സ്റ്റോക്സ് യൂറോപ്പ് 600 എന്ന് പറയുന്ന 17 രാജ്യങ്ങളിലെ പ്രമുഖ കമ്പനികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇൻഡെക്സ് പുതിയ റെക്കോർഡ് ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും തന്നെ യൂറോപ്യൻ കൺട്രികളെ കാര്യമായിട്ട് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നതല്ല എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് യൂറോപ്യൻ സ്റ്റോക്കുകളും റെക്കോർഡ് ക്ലോസിങ്ങിൽ വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് ഇന്ത്യ ഒഴികെയുള്ള എല്ലാ മാർക്കറ്റുകളും. ജപ്പാനിൽ 0.25% കൂടി ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയിട്ടുണ്ട്. ജപ്പാനിലത്തെ ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ് 0.5% ആണ്. ഇനി ഈ ആഴ്ചയിൽ US ഫെഡിൻ്റെ ഡിസിഷൻ വരെയാണ് 28, 29 തീയതികളിൽ. 29-ാം തീയതിയാണ് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരാൻ പോകുന്നത്. വീണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനാണ് തീരുമാനമെങ്കിൽ തീർച്ചയായിട്ടും അത് അമേരിക്കൻ മാർക്കറ്റുകൾക്കും അതുപോലെ തന്നെ മറ്റ് എമർജിംഗ് മാർക്കറ്റുകളെ സംബന്ധിച്ചും പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസുകളാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയിലെ ഈ ആഴ്ചയിലെ മാഗ്നിഫിസൻറ്റ് 7 കമ്പനികളുടെ 4 കമ്പനികളുടെ റിസൾട്ട് വരുന്നുണ്ട്. മൈക്രോസോഫ്റ്റ്, ടെസ്ല, മെറ്റ, ഈ 3 റിസൾട്ട് 29-ാം തീയതിയും അതുപോലെ തന്നെ ആപ്പിളിൻ്റെ റിസൾട്ട് 30-ാം തീയതിയാണ് വരുന്നത്. ഈ റിസൾട്ടുകൾക്ക് അതിൻ്റേതായ ഇമ്പാക്റ്റുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും, പ്രത്യേകിച്ച് ടെക്നോളജി സ്റ്റോക്കുകളിൽ. ഒപ്പം അമേരിക്കയിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു ന്യൂസ് ഒറാക്കിളും മൈക്രോസോഫ്റ്റും കൂട്ടിയിട്ട് ടിക്ടോക്കിനെ അക്വയർ ചെയ്യാനുള്ള ടോക്കിലാണെന്ന് പറയുന്നു. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ന്യൂസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. കാരണം അമേരിക്ക ചൈനീസ് ഇമ്പോർട്ടിന്മേൽ ടാരിഫ് ഒന്നും തന്നെ ഇമ്പോസ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാവില്ല എന്നുള്ള റിപ്പോർട്ടാണ് സൂചിപ്പിക്കുന്നത്. ഒപ്പം ട്രംപും അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാറി പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞിരുന്നു ചൈനീസ് താരിഫ് വലിയ ഒരു സ്റ്റഡി നടത്തിയതിന് ശേഷമേ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം. പിന്നീട് പറഞ്ഞു ഫെബ്രുവരി 1 മുതൽ 10% താരിഫ് ഉണ്ടാവുമെന്ന്. അതിനുശേഷം വീണ്ടും അദ്ദേഹം മാറ്റി പറഞ്ഞിരിക്കുകയാണ്. അതൊരു പ്രഷർ ടാക്ടിക്സ് മാത്രമാണ്, അല്ലാതെ ചൈനീസ് ഇമ്പോർട്ടുകളിന്മേൽ ഇപ്പോഴൊന്നും തന്നെ താരിഫ് ഇമ്പോസ് ചെയ്യില്ല എന്നുള്ള റിപ്പോർട്ടും കൂടിയാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് അതിൻ്റേതായ ഇമ്പാക്റ്റൊക്കെ ഉണ്ട്. ചൈനീസ് മാർക്കറ്റുകൾ പൊതുവെ ഒരു ജൂബിലൻ മൂഡിലാണ്. അതോടൊപ്പം തന്നെ ചൈനീസ് ഗവൺമെൻറ്റും ധാരാളം സ്റ്റിമുലസ് മെഷേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റ് റിവൈവലിന് വേണ്ടി അവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓവറോൾ ഇമ്പാക്റ്റ് ചൈനീസ് മാർക്കറ്റുകൾക്ക് പോസിറ്റീവാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ Q3 റിസൾട്ടുകൾ സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ GDP റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് വരുന്നത്, മാനുഫാക്ചറിങ് ഡാറ്റയൊക്കെ വരുന്നത് സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിലുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് വീണ്ടും റെക്കോർഡ് ഹൈനടുത്താണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ റുപ്പി ഡിപ്രീസിയേഷനും കൂടി തന്നെയാണ്. അടുത്ത ദിവസങ്ങളിലും ഗോൾഡ് വലിയ രീതിയിൽ മുന്നേറുന്നുള്ള എക്സ്പെക്റ്റേഷനാണ് അക്രോസ് ദ ഗ്ലോബ് ഉള്ളത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങൾ മറ്റ് രാജ്യങ്ങളുടെ മേൽ വലിയ താരിഫൊക്കെ ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ ആ രാജ്യങ്ങളൊക്കെ തന്നെ ഡോളറൈസേഷൻ അഗ്രസീവായിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കാം. അങ്ങനെ വരുമ്പോൾ ഒരു സേഫ് ഹെവൻ അസറ്റായിട്ടുള്ള ഗോൾഡിലേക്ക് വീണ്ടും വലിയ രീതിയിൽ സെൻട്രൽ ബാങ്കുകളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് മാറും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിലാണ് ഗോൾഡ് വീണ്ടും മുന്നേറുന്നത്. ഈ ആഴ്ചയിൽ തീർച്ചയായിട്ടും ഗോൾഡ് പുതിയ റെക്കോർഡ് ഹൈറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ്. അതോടൊപ്പം തന്നെ 2025 ടാർജറ്റ് ഗോൾഡ് പ്രൈസ് ടാർജറ്റ് എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൗസസും ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. ആദ്യം അവർ പറഞ്ഞിരുന്നത് $3000 പെർ ഔൺസ് ആയിരുന്നു. ഇപ്പോൾ $3300 പെർ ഔൺസ് വരെ ഒരു പക്ഷേ ഗോൾഡ് മുന്നേറിയേക്കാമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് ഈ റിസർച്ച് ഹൗസുകൾക്കുള്ളത്. ഇതിന് പ്രധാനപ്പെട്ട ഒരു റീസൺ ആയിട്ട് പറയുന്നത് ട്രംപ്
ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് കമ്മോഡിറ്റികളുടെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച സിൽവറും ബെറ്ററായിരുന്നു, കോപ്പറും നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട്, അതുപോലെ തന്നെ അലുമിനിയം, സിങ്കൊക്കെ മുന്നേറിയിട്ടുണ്ട്. ഈ കമ്മോഡിറ്റികളെല്ലാം തന്നെ ചൈനീസ് റിക്കവറിക്കൊപ്പം തന്നെ മുന്നേറാനുള്ള സാധ്യതകളാണ്. കാരണം ചൈനീസ് ഗവൺമെൻറ് മാർച്ചിൽ വീണ്ടും വലിയ രീതിയിലുള്ള അനൗൺസ്മെൻറ്റുകൾ നടത്തുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെയുണ്ട്. അപ്പോൾ മെറ്റൽ സെക്ടറിനെ സംബന്ധിച്ചൊരു കൺസോൾട്ടേഷൻ മോഡാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അക്രോസ് ദ ഗ്ലോബ്. അത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് നമ്മുടെ മാർക്കറ്റിലും ലഭിക്കാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. ഇനി നമ്മൾ ഇന്ത്യയിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ HFCL കണ്ടിന്യൂസ് ആയിട്ട് ബിഗ് ഓർഡേഴ്സ് ബാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കമ്പനി. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് വീക്കായ കാരണം അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസിലുണ്ടായിട്ടില്ല. പക്ഷേ മാർക്കറ്റ് റിക്കവറി ചെയ്യുന്ന സമയങ്ങളിൽ ഒരു പക്ഷേ ഏറ്റവും മുമ്പ് മുന്നേറാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ വന്നിട്ടുള്ള ബാങ്കിങ് റിസൾട്ടുകൾ ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ തന്നെയാണ് വന്നിട്ടുള്ളത്. അത് ഓൾമോസ്റ്റ് എല്ലാ നെഗറ്റീവ് ന്യൂസ് ഫ്ലോസും മൈക്രോ ഫിനാൻസ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസൊക്കെ ബാങ്കിങ് സ്റ്റോക്കുകളിൽ ഡിസ്കൗണ്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ ഫർദർ കാര്യമായിട്ടുള്ള രീതിയിലുള്ളൊരു നെഗറ്റീവ് റിയാക്ഷൻ ഈ സ്റ്റോക്കുകളിലൊന്നും തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. സ്വിസ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കറായിട്ടുള്ള UBS പറയുന്നത് ഇപ്രാവശ്യത്തെ അവരുടെ ഓവർ വെയ്റ്റ് 2025 ഓവർ വെയ്റ്റ് കൊടുത്തിട്ട് ചൈന, സൗത്ത് ആഫ്രിക്ക, മലേഷ്യക്കൊക്കെയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യ അണ്ടർ വെയ്റ്റ് റേറ്റിംഗ് ആണ്. തൈവാനും ഇന്ത്യയും അണ്ടർ വെയ്റ്റ് റേറ്റിംഗ് ആണ് UBS കൊടുത്തിട്ടുള്ളത്. പക്ഷേ അവരുടെ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഈ റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം വെള്ളിയാഴ്ച UBS ഗ്രൂപ്പാണ് ഇന്ത്യയിൽ 1938 കോടി രൂപയുടെ സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുള്ളത്. ഫോർട്ടിസ് ഹെൽത്ത് കെയർ 164 കോടി രൂപ, മാക്സ് ഫിനാൻഷ്യൽ സർവീസ് 144 കോടി രൂപ, റിലയൻസ് 138 കോടി രൂപ, അതുപോലെ തന്നെ ബ്ലൂ സ്റ്റാർ 120 കോടി രൂപ, ഹ്യുണ്ടായി 103 കോടി രൂപ, അതുപോലെ തന്നെ Paytm, സൊമാറ്റോ, TCS ഈ സ്റ്റോക്കുകളൊക്കെ അവർ വെള്ളിയാഴ്ച ഒരു ബോട്ടം ഫിഷിങ്ങും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ റേറ്റിംഗ് ഡൗൺ ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. അതേസമയം അവർ സെലക്റ്റീവ് ആയിട്ടുള്ള ബൈയിങ്ങും കൂടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. മറ്റു ന്യൂസ് ഫ്ലോസുള്ള സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് ഗബ്രിയേൽ ഇന്ത്യയാണ്. ഗബ്രിയേൽ ഇന്ത്യ മരേലി മദേഴ്സൺ ഓട്ടോ സസ്പെൻഷൻ പ്രൊഡക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഉണ്ട്. ആ കമ്പനിയുടെ അസറ്റ് മുഴുവൻ അക്വയർ ചെയ്തിരിക്കുകയാണ് 60 കോടി രൂപയ്ക്ക്. മാഗ്നറ്റി മരേലി എന്ന് പറയുന്ന ഇറ്റലിയിലത്തെ ഒരു ഗ്ലോബൽ ലീഡറാണ് സസ്പെൻഷൻ അതുപോലെ തന്നെ ഷോക്ക് അബ്സോർബർ രംഗത്തുള്ള ഗ്ലോബൽ ലീഡറാണ് മരേലി മദേഴ്സൺ ഓട്ടോ സസ്പെൻഷൻ പാർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഇന്ത്യയിലത്തെ ജോയിൻറ്റ് വെഞ്ചറിലുള്ള പാർട്ട്ണർ. അതുകൊണ്ട് തന്നെ ഗബ്രിയലിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. പുതിയ ടെക്നോളജി കിട്ടാണ്, അതുപോലെ തന്നെ കപ്പാസിറ്റി കൂടാണ്. ഇന്ത്യയിലത്തെ മാർക്കറ്റ് ലീഡറാണ് സസ്പെൻഷൻ അതുപോലെ ഷോക്ക് അബ്സോർബർ രംഗത്ത് ഗബ്രിയേൽ. തീർച്ചയായിട്ടും ഈ ന്യൂസ് ഈ കമ്പനീനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. മറ്റൊരു വളരെ പോസിറ്റീവായിട്ട് ന്യൂസ് ഫ്ലോസ് ഉള്ളൊരു കമ്പനി ഇഗ്നോസ് ഇന്ത്യ ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് ആണ്. നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്. ഇത് എംബസി ഗ്രൂപ്പായിട്ടുള്ള മെർജർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ പുതിയ പേര് വരാൻ പോകുന്നത് എംബസി ഡെവലപ്മെൻറ്റ്സ് ലിമിറ്റഡ് എന്നാണ്. ഇതിൻ്റെ ഇക്വിറ്റി ക്യാപിറ്റൽ റിവൈസ്ഡ് ഇക്വിറ്റി ക്യാപിറ്റൽ മെർജറിന് ശേഷം വരുന്ന 236.49 കോടി രൂപയാണ്. ഈ കമ്പനിയാണ് ലിസ്റ്റഡ് സ്പേസിൽ റിയൽ എസ്റ്റേറ്റ് അസറ്റ് റിസർവായിട്ട് ഏറ്റവും കൂടുതൽ റിസർവ് ഉള്ള കമ്പനികളിലൊന്ന്. 3227 ഏക്കർ ലാൻഡാണ് ഇവരുടെ ലാൻഡ് റിസർവ് വരുന്നത്. ഇതിൽ 2515 ഏക്കർ വരുന്ന മുംബൈ മെട്രോപൊളിറ്റൻ റീജിയനിലാണ്, 534 ഏക്കർ NCR ഡൽഹി നോയിഡ റീജിയനിലാണ്, 178 ഏക്കർ വരുന്ന സൗത്ത് ഇന്ത്യയിൽ ബാംഗ്ലൂർ, ചെന്നൈ എന്നിങ്ങനെ റീജിയനിലൊക്കെയാണ്. തീർച്ചയായിട്ടും ഈ കമ്പനീനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവാണ്. ഇന്ത്യാബുൾ റിയൽ എസ്റ്റേറ്റ് ലിമിറ്റഡ് ആയിരുന്നു. 2006 ഇന്ത്യാബുൾ റിയൽ എസ്റ്റേറ്റ് ഫോം ചെയ്തത്. ഇന്ത്യാബുളിൻ്റെ ഗ്രൂപ്പ് അണ്ടറിൽ 1993 ഈ എംബസി ഗ്രൂപ്പ് ഫോം ചെയ്തിരുന്നത്. അപ്പോൾ എംബസി ഗ്രൂപ്പിൻ്റെ എല്ലാ റിയൽ എസ്റ്റേറ്റ് അസറ്റുകളും ഇപ്പോൾ ഇഗ്നോസ് ഡെവലപ്മെൻറ്റ്സ് ഇന്ത്യ ലിമിറ്റഡിലാണ്, അല്ലെങ്കിൽ എംബസി ഡെവലപ്മെൻറ്റ് ലിമിറ്റഡിലാണ് വരുന്നത്. തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ
ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ കോട്ട് ചെയ്യുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കാണ്. എംബസിയുടെ ഗുഡ് വില്ല്, എംബസിയുടെ അതുപോലെ തന്നെ അവരുടെ എക്സിക്യൂഷൻ കേപ്പബിലിറ്റീസൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇക്വിനോക്സ് ഇന്ത്യ ഡെവലപ്മെൻറ്റ്സ് ലിമിറ്റഡ് അല്ലെങ്കിൽ എംബസി ഡെവലപ്മെൻറ്റ്സ് ലിമിറ്റഡ്. അപ്പോൾ ഈ ന്യൂസും എംബസിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ഒപ്പം മറ്റൊരു ന്യൂസ് ഗ്ലെൻമാർക്ക് ഫാർമ മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്ന റെയർ ബ്ലഡ് ക്യാൻസറിന് ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള ഡ്രഗ് അവരുടെ ജോയിൻറ്റ് വെഞ്ചർ ഉണ്ട് അമേരിക്കയിൽ, അവരും തമ്മിൽ ജോയിൻറ്റ് വെഞ്ചർ പ്രൊഡ്യൂസ് ചെയ്തിട്ടെന്ന് പറയുന്നു. ഇത് തീർച്ചയായിട്ടും പ്രോമിസിങ് ന്യൂസാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള R&D കൂടുതലുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ഗ്ലെൻമാർക്കിനെ സംബന്ധിച്ചും ഈ ന്യൂസ് പോസിറ്റീവാണ്. ഒപ്പം സൺ ഫാർമസ്യൂട്ടിക്കൽ അതുപോലെ തന്നെ അമേരിക്കയിലേക്ക് കൂടുതൽ എക്സ്പോർട്ടുള്ള കമ്പനികളെ സംബന്ധിച്ചും പല ന്യൂസ് ഫ്ലോസും പോസിറ്റീവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് അതാത് സ്റ്റോക്കുകളിൽ അതിൻ്റേതായ ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഗോൾഡ് പ്രൈസ് വീണ്ടും മുന്നേറുന്നത് തീർച്ചയായിട്ടും മുത്തൂറ്റ്, മണപ്പുറം പോലുള്ള ഓഹരികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കാരണം ഗോൾഡിന് എഗൻസ്റ്റ് ലെൻഡ് ചെയ്യുന്ന ഈ കമ്പനികൾക്ക് ധാരാളം ബിസിനസ് കൂടാനുള്ള സാധ്യതകളാണ് ഇത്. അതോടൊപ്പം തന്നെ ഈ NPA കുറയാനുള്ള സാധ്യതകളാണ്. ഇപ്പോൾ എന്തെങ്കിലും ഡിലിൻക്വസീസൊക്കെ ഉണ്ടെങ്കിൽ അതും കുറയാനുള്ള സാധ്യതകളാണ്. അപ്പോൾ ഗോൾഡ് പ്രൈസ് ഇൻക്രീസ് ഈ സ്റ്റോക്കുകൾക്ക് വളരെ പോസിറ്റീവാണ്. ഇനി നമ്മൾ വാല്യുവേഷൻ പാരാമീറ്റേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 19 പ്രൈസ് ഏർണിംഗ് റേഷ്യോയിലാണ്. സെപ്റ്റംബറിൽ അത് 21-21.5 പ്രൈസ് ഏർണിംഗ് റേഷ്യോ ആയിരുന്നു. റൗണ്ട് നോർമൽ ലെവലിലേക്ക് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ മിഡ് ക്യാപ്പ് 150 ഇൻഡെക്സ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 37.6 ടൈംസ് PE ആണ്. 2 ഇയർ ആവറേജ് നോക്കുകയാണെങ്കിൽ 35.2 ടൈംസ് PE ആണ്. അപ്പോൾ നിയർ 2 ഇയർ ആവറേജിൻ്റെ ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്മോൾ ക്യാപ്പ് 250 ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 27.4 ടൈംസ് ഇൻ ലൈൻ വിത്ത് 2 ഇയർ ആവറേജ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ നെഗറ്റീവ് ന്യൂസ് ഫ്ലോസും ഡിസ്കൗണ്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഫർദർ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് പ്രഷർ, അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള Q3 റിസൾട്ടുകൾ, അതുപോലെ തന്നെ എക്കണോമി റിലേറ്റഡ് നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് ഇതൊക്കെ വരികയാണെങ്കിൽ ഒരു പക്ഷേ നിഫ്റ്റി വീണ്ടും 23,000 ബ്രേക്ക് ചെയ്ത് 22,800 22,500 പോയേക്കാം. പക്ഷെ നമ്മുടെ ബഡ്ജറ്റാണ് അടുത്ത ശനിയാഴ്ച ഫെബ്രുവരി 1 ഈ ആഴ്ച നമുക്ക് 6 ദിവസത്തെ ട്രേഡിംഗ് ഉണ്ട്. ബഡ്ജറ്റ് ഡേയും ട്രേഡിംഗ് ഡേ ആണ്. ബഡ്ജറ്റിൽ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് മിഡിൽ ക്ലാസ്സിന് ബെനിഫിറ്റായി രീതിയിലുള്ള ടാക്സ് ബെനിഫിറ്റൊക്കെ ഉണ്ടാവുന്നതാണ്. വലിയ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് ടാക്സ് ഫ്രണ്ടിൽ. ഇത്തരത്തിലുള്ള എക്സ്പെക്റ്റേഷൻസ് ഒന്നും മീറ്റ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ നല്ലൊരു സെല്ലിംഗ് പ്രഷർ വീണ്ടും കണ്ടേക്കാം. അത്തരത്തിലുള്ളൊരു അവസരത്തിൽ ഒരു പക്ഷേ നിഫ്റ്റി 22,000 21,000 റേഞ്ചിലേക്കും, സെൻസെക്സ് ഒരു പക്ഷേ 72,000 വരെയൊക്കെ താഴാനുള്ള സാധ്യതകളുണ്ട് ഒരു ഡിസപ്പോയിൻറ്റിങ് ബഡ്ജറ്റ് വരികയാണെങ്കിൽ. ഫർദർ സെല്ലോപ്പ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇമീഡിയറ്റ് ആയിട്ട് സപ്പോർട്ടൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 22,500 22,800 ലെവലിലൊക്കെയാണ്. അപ്പോൾ നാളെ മുതൽ നമുക്ക് നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റി തന്നെ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഗ്ലോബൽ ന്യൂസ് ഇവൻറ്റുകൾക്ക് അനുസരിച്ചുള്ള വൊളാറ്റിലിറ്റി, അതുപോലെ തന്നെ നമ്മുടെ Q3 റിസൾട്ടുകൾക്ക് അനുസരിച്ചുള്ള വൊളാറ്റിലിറ്റി, അതുപോലെ തന്നെ ബഡ്ജറ്റ് റിലേറ്റഡ് റൂമേഴ്സും ന്യൂസ് ഫ്ലോസും ഒക്കെ മാർക്കറ്റിലുണ്ടാവും. ബഡ്ജറ്റ് അവതരണം കഴിയുന്ന വരെയുള്ള വൊളാറ്റിലിറ്റി നമുക്ക് നാളെ മുതൽ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മുടെ എക്കണോമിക്ക് ബെനിഫിറ്റ് ആവുന്ന സെക്ടറുകൾ, അതാത് സെക്ടറുകളിലുള്ള സ്റ്റോക്കുകൾ, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ, അതുപോലെ തന്നെ ഡീമർജർ അനൗൺസ് ചെയ്തിട്ടുള്ള കമ്പനികൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഷോർട്ട് ടു മീഡിയം ടൈമിൽ വളരെ വൊളാറ്റിലിറ്റി ഒക്കെ കണ്ടേക്കാം. നമ്മുടെ നിഫ്റ്റിയും സെൻസസും വീണ്ടും വൊളാറ്റൈൽ മോഡിൽ അടുത്ത 1-2 മാസമൊക്കെ പെർഫോം ചെയ്തേക്കാം. പക്ഷേ 2025 എൻ്റെ ആകുമ്പോഴേക്കും നമ്മുടെ മാർക്കറ്റ് നല്ല രീതിയിൽ മുന്നേറുന്നുള്ളൊരു കാര്യം തീർച്ചയാണ്. അങ്ങനെ മുന്നേറുന്ന സമയത്തേക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് എല്ലാവരും ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. അത്തരത്തിലുള്ള അവസരങ്ങളിൽ
തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു വൊളാറ്റിലിറ്റി വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് താഴെ വരികയാണെങ്കിൽ വാങ്ങാൻ പറ്റിയ ധാരാളം സ്റ്റോക്കുകൾ അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കാവുന്നതാണ്. ഞാനൊരു സജസ്റ്റീവ് ലിസ്റ്റ് പറയുകയാണെങ്കിൽ ഗബ്രിയൽ ഇന്ത്യ, അതുപോലെ തന്നെ ഇന്ത്യാബുൾ എൻ്റർപ്രൈസസ് ഒരു ടേൺ അറൗണ്ട് കമ്പനിയാണ്. അതുപോലെ തന്നെ ദാനി സർവീസസ്, അതും ഒരു ടേൺ അറൗണ്ട് കമ്പനിയാണ്. അഡാനി എനർജി സൊല്യൂഷൻസ് ധാരാളം ക്യാപെക്സ് കഴിഞ്ഞ വർഷമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. L&T മൈൻഡ്ട്രീ, എംഫാസിസ്, ഈ കമ്പനികൾ ഏജൻറ്റിക് AI ടൂളുകളിൽ ധാരാളം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ടെക്നോളജി കമ്പനികളാണ്. CG പവർ, അതുപോലെ തന്നെ JS ലിമിറ്റഡ്, CG പവർ സെമി കണ്ടക്ടർ എൻട്രി നടത്തിയിട്ടുള്ള കമ്പനിയാണ്. ജിൻഡാൽ സ്റ്റെയിൻലെസ്, നമ്മുടെ വന്ദേ ഭാരത് ട്രെയിനുകൾക്കെല്ലാം തന്നെ സ്റ്റീൽ സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ്. അഡാനി എൻ്റർപ്രൈസസ് അവർ നവി മുംബൈ എയർപോർട്ട് ഏപ്രിൽ കമ്മീഷൻ ചെയ്യാണ്. വേദാന്ത ലിമിറ്റഡ് 5 കമ്പനിയായിട്ട് സ്പ്ലിറ്റ് ആവുകയാണ്. സീമെൻസ് 1:1 ഡീമർജർ റേഷ്യോ അനൗൺസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. അതുപോലെ തന്നെ കീറ്റെക്സ് അവരുടെ തെലങ്കാന പ്ലാന്റ് ഏത് നിമിഷം അനൗൺസ്മെൻറ്റ് വന്നേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ മാർക്കറ്റ് താഴെ വരുന്ന അവസരങ്ങളിൽ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റ് റിവൈവ് ചെയ്യുന്ന സമയങ്ങളിൽ പ്രോഫിറ്റബിലിറ്റി എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് വാങ്ങാവുന്ന സ്റ്റോക്കുകളൊക്കെയാണ്. എല്ലാ ഇൻവെസ്റ്റേഴ്സും അവരുടേതായ സ്റ്റഡി നടത്തുക, അതുപോലെ തന്നെ തങ്ങളുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാത്രം വാങ്ങുക. മാർക്കറ്റ് താഴെ വരുമ്പോൾ 3-4 ഘട്ടമായിട്ട് വാങ്ങുന്നൊരു ഡിസിഷൻ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ബഡ്ജറ്റ് വീക്ക്, ശനിയാഴ്ച ബഡ്ജറ്റാണ്, അന്നത്തെ ട്രേഡിംഗ് ഡേ വരെ നമുക്ക് വൊളാറ്റിലിറ്റി എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ആ വൊളാറ്റിലിറ്റിയിൽ പേഷ്യൻസ് കൈവിടാതെ വളരെ കോഷ്യസ് ആയിട്ട് മൂവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ബഡ്ജറ്റ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്കിലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.